പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 13-ാം തീയതി മണിപ്പൂരിലും മിസോറാമിലും സന്ദർശനം നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2023 ശേഷമുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണ് നടത്താൻ പോകുന്നതെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. കലാപം നടന്ന ഭൂമിയിലേക്ക് മോദി എത്തുന്നതോടുകൂടി തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാൻ സാധിക്കും തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടുകൂടി തന്നെ നേരിയൊരു ആശ്വാസം പകരാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, മോദിയുടെ നയതന്ത്ര വിജയം ഒരിക്കൽ കൂടെ ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ദിനമാണ് സെപ്റ്റംബർ 13-ാം തീയതി വരാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. പുതിയ ബൈറാവി സൈറാങ് റെയിൽവേ പാത ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിസോറാം സന്ദർശിക്കുന്നത്. 2023 മെയ് മാസത്തിൽ സംസ്ഥാനത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുന്നത്. ഏസ്വാളിൽ നിന്ന് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് വിമാനമാർഗം പോകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ യാത്രാ പരിപാടി അന്തിമമായി തന്നെ ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി തന്നെ മിസോറാം ചീഫ് സെക്രട്ടറി ബില്ലിറാം മീണ കഴിഞ്ഞ ദിവസം തന്നെ വിവിധ വകുപ്പുകളുമായുള്ള നിയമനിർവഹണ ഏജൻസികളുമായും യോഗം ചേർന്ന് സുരക്ഷാ നടപടികൾ, അതുപോലെ തന്നെ ഗതാഗത മാനേജ്മെന്റ്, സ്വീകരണം, തെരുവ് അലങ്കാരം എന്നിവയുൾപ്പെടെ തന്നെ വിവിധ വിഷയങ്ങളിൽ ഇത് യോഗത്തിൽ ചർച്ചയായി എന്നാണ് ഇപ്പോൾ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എസ്വാളിലെ ലൗമിളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സർക്കാർ ജീവനക്കാർ, കർഷകർ, വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ എന്നിവരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചും ഈ യോഗത്തിൽ ചർച്ച ചെയ്തു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിൽ ഉടനീളം തന്നെ കണക്ടിവിറ്റിയും സാമ്പത്തിക സംയോജനവും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന കേന്ദ്രത്തിന്റെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ് 51.38 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ലൈൻ ഇപ്പോൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. പുതിയ റെയിൽവേ ലൈൻ ആസാമിലെ സിൽച്ചാർ പട്ടണം വഴി എസ്വാളിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നവയാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിൽ എത്തിയില്ല എന്ന് പ്രതിപക്ഷം നിരന്തരം, അതായത് ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം ഏറ്റവും നാശം വിതച്ച ഇംഫാലിലും ചുരാചന്ദ്പൂരിലും ഒക്കെ തന്നെ മോദി എത്തണമെന്നതായിരുന്നു, അല്ലെങ്കിൽ എത്തുമെന്ന് നേരത്തെ അറിയാൻ സാധിച്ചിരുന്നു. എന്നാൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെ കാണുകയും പരാതികൾ കേൾക്കുകയും ചെയ്യുമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ, വികസന പദ്ധതികൾ പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതകളും ഇതിൽ തള്ളിക്കളയാൻ സാധിക്കുന്നവയല്ല. സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മണിപ്പൂരിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചു വരുന്നത്. കലാപം കെട്ടടങ്ങിയ സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 മെയ്യിൽ ആരംഭിച്ച കലാപത്തിൽ 260-ലധികം പേർ കൊല്ലപ്പെടുകയും 60,000-ലധികം പേർക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം ഇപ്പോൾ പിന്നാലെയാണ് 2 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.